Today to celebrate the graduation ceremony of batch 2024-2025 UKG. First of all, I would like to welcome our beloved correspondent, Mr. Mugam Sen. Sir, welcome to this wonderful occasion, sir. Next, I would like to welcome our beloved teachers, parents, and educated students to our graduation day. Once again, I welcome you all. Thank you so much. Thank you, dear Jonah. Inauguration is the most important ceremony of all the programs. Hence, I welcome our beloved correspondent sir to deliver inaugural address. Please come to the dais, sir. Assalamu alaikum warahmatullah. ബഹുമാനപ്പെട്ട CI സാർ, പ്രിൻസിപ്പൽ സാർ, കമ്മിറ്റി അംഗങ്ങൾ, പാരൻസ് ആൻഡ് കുട്ടികളെ, ഇന്ന് നമ്മളിവിടെ KGയുടെ ഗ്രാജുവേഷൻ ഡേയിലാണ്. മക്കൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും, അല്ലേ? വേറെ ഒരു സ്ഥലത്തും കിട്ടാത്ത ഒരു സന്തോഷമായിരിക്കും ആ സമയത്ത് കിട്ടുന്നത്. അത് മക്കൾ എത്ര ചെറിയ ഒരു കാര്യം സാധിച്ചാലും ശരി, പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമാണ്. ഗ്രാജുവേഷൻ്റെ KGയിൽ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെ തുടങ്ങാനൊരു കാരണവും അതൊക്കെ തന്നെയായിരിക്കും. ഞാൻ ഒന്ന് സാധിച്ചിട്ടുണ്ട് എന്നൊരു അവബോധം കുട്ടികളിലും ഉണ്ടാകണം. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിൽ പോകുന്നതോട് അവസാനിക്കുന്ന ഒരു വിഷയമല്ല, അല്ലേ? പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. കാരണം ഒരുപാട് സ്റ്റുഡൻറ് സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സ്റ്റുഡൻറ് സംഘടനകളിൽ നിന്നെല്ലാം ഇപ്പൊ കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ധാർമ്മികമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും അവരുടെ നേതാക്കളിൽ നിന്നുമൊക്കെ അവർ പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം, ഇപ്പോഴത്തെ കുട്ടികളെ ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് എത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിയുമ്പം ഇവൻ അതിനപ്പുറത്തായിരിക്കും പോകുന്നത്. ഈ സാഹചര്യങ്ങളിലോട്ടാണ് പുതിയ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതങ്ങനെ തന്നെയാകും. ഇപ്പം എൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ഫെസിലിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ള ഫെസിലിറ്റികൾ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ്. നേരത്തെ അറിവ് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആൾക്കാരിൽ നിന്നാണ് ആ അറിവ് കിട്ടേണ്ടത്. ഒന്നുകിൽ അധ്യാപകരിൽ നിന്നാവും. ആദ്യത്തെ അറിവ് കിട്ടുന്നത് ഉമ്മമാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നാകും, പിന്നെ അധ്യാപകരിൽ നിന്നാവും, പിന്നെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരുണ്ടാകും അവർക്ക് ആ എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം അതല്ല. എന്തെങ്കിലും ഒരു വിഷയം, ഒരു അറിവ് അവന് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ച ആ സെക്കൻഡിൽ തന്നെ മൊബൈൽ എടുത്ത് ഗൂഗിൾ ചെയ്യും. ആ ഗൂഗിൾ പറയുന്നത് എന്താണോ അതാണ് ശരി. അപ്പോ ലോകം ഒരു കൈത്തുമ്പിൽ ഒതുങ്ങുന്ന കണ്ടീഷനിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ലോകം വലുതായിട്ടല്ല, ലോകം ചുരുങ്ങിയിട്ടുണ്ട്, അല്ലേ? യാത്രകൾ പോലും അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് മദ്രാസ് പോകാം. അവിടുന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് രാവിലെ 10 മണിക്ക് ഇവിടെ കണ്ട ആൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും കാണാം. മദ്രാസ് പോയി വന്നിട്ടുണ്ടാവും.
അതുപോലെ തന്നെ ഇപ്പൊ ഡൽഹിയിൽ പോകണമെങ്കിൽ 3000 കിലോമീറ്റർ പോകണമെങ്കിൽ ഇന്ന് രാവിലെ പോയി ഇന്ന് രാത്രി ഇവിടെ തിരിച്ചെത്താം. ഇതാണ് നമ്മുടെ സാങ്കേതികങ്ങൾ ഡെവലപ്പായ കണ്ടീഷൻ. ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ നമ്മൾ മുമ്പ് പറയാറുണ്ട്. പക്ഷെ അതുപോലെ നമ്മളും ഇനി അങ്ങനെയൊക്കെ കുറച്ചെങ്കിലും ചിന്തിച്ചാലേ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു പഴയ കാലഘട്ടത്തിൽ ഇരുന്ന് പോകാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റില്ല. അങ്ങനെ ഇരുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ മാത്രം അവിടെ കാണും, വേറെ ആരും കൂടെ ഉണ്ടാകില്ല. അല്ലേ? അങ്ങനെയല്ലേ? ചിന്തിച്ചില്ലെങ്കിൽ മനുഷ്യനല്ല എന്ന് പറയും. അല്ലേ? ചിന്തിക്കും. അപ്പോ നമ്മളും ഇതൊക്കെ ഇനി ചിന്തിച്ച് മുമ്പോട്ട് പോയേ പറ്റുകയുള്ളൂ. അതുപോലെ ഞാൻ പ്രത്യേകം പറയുന്ന ഒരു വിഷയം കൂടി ഉണ്ട്. നേരത്തെയുള്ള കാലഘട്ടം പോലെ മാതാപിതാക്കൾക്ക് 5 മക്കളോ 4 മക്കളോ ഒന്നുമില്ല. അല്ലേ? 2 പേരൊക്കെയാണ് അധികവും 2ആണ്. അപ്പോ നേരത്തെ 5 മക്കൾക്ക് കിട്ടിയിരുന്ന സ്നേഹം അല്ലെങ്കിൽ 10 മക്കൾക്ക് കിട്ടിയിരുന്ന സ്നേഹം ഇപ്പൊ 2 പേരിലേക്ക് ഒതുങ്ങുകയാണ്. അല്ലേ? ഒതുങ്ങുകയാണ്. ഈ 2 പേരിലോട്ട് ഒതുങ്ങുമ്പോ അവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. അവിടെ വരുന്ന ചില മൈനസുകൾ എന്ന് പറയുന്നത് തന്റെ കുട്ടി എന്ത് ചെയ്താലും അത് ശരിയാണ് എന്ന് പറയുന്ന ഒരു മനസ്ഥിതി അതുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കുട്ടികൾ എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് പറയുന്ന ആവശ്യമില്ല. തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നെ വളർത്തണം. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ അടുത്ത തെറ്റായ വിഷയത്തിലോട്ട് പോകുമ്പോൾ അതും ശരിയാണെന്ന് തോന്നും. അതുകൊണ്ട് ആ വിഷയങ്ങൾ ഈ കുട്ടികളാണ് സ്വാഭാവികമായിട്ട് തെറ്റുകുറ്റങ്ങളിലോട്ട് പോകും. പോയില്ലെങ്കിൽ അത് കുട്ടിയല്ല. കുട്ടിക്ക് എന്തെങ്കിലും കുറച്ച് അക്രമം കാണിക്കുന്ന കുട്ടിയാകും, കുറച്ച് വേദ കാണിക്കുന്ന കുട്ടിയാകും. ഇതൊക്കെ ആകണം, കുട്ടിയാകുമ്പോൾ ആകണം. അതൊക്കെ ആകുമ്പോൾ തന്നെ പാരന്റ് എന്ന് പറയുന്ന നമ്മൾക്ക് ചില കടമകൾ ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നിറവേറ്റണം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ തീർച്ചയായിട്ടും നമ്മൾ അവയർനെസ് ഉള്ളവരായി തന്നെ മുമ്പോട്ട് പോകണം. എന്റെ കുട്ടിയെ എന്ത് പഠിപ്പിക്കണം, എന്താക്കാൻ പറ്റും, അത് ചിന്തിക്കുമ്പോൾ തന്നെ കുട്ടി എന്താകണം എന്നുള്ള കുട്ടിയുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അതും കൂടി റബ്ബ് ചെയ്ത് വേണം പോകാൻ. അല്ലാതെ എന്റെ ഇഷ്ടത്തിന് കുട്ടിയെ ഡോക്ടറാക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് ചിന്തിക്കരുത്. അപ്പോ ഇതൊക്കെ ഇപ്പോഴെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ചിലപ്പോ കുട്ടിയെ പ്രഗ്നന്റ് ആകുമ്പോൾ തന്നെ പ്ലാൻഡ് ആണ്. അങ്ങനെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നാളെ നമുക്ക് ഉപകരിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. അത് ആരുടെ കയ്യിലാണ്? പാരൻസി എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ഒരാളുടെ കൈ അല്പം ഉയർന്നു നിൽക്കും. അത് ആരാണ്? മദറാണ്, ഉമ്മയാണ്. അല്ലേ? അമ്മയാണ്. കാരണം ഈ കുട്ടി ആദ്യം പോയി ചോദിക്കുന്നത് ഉമ്മയോടാണ്. ഈ കുട്ടിയെ ഒരു തെറ്റ് ചെയ്താലും ശരി, അത് ശരി ചെയ്താലും ശരി, നോർമലി കൊച്ചുകുട്ടികൾ ചെന്ന് ആദ്യം നിന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ കയ്യിലാണ് ഇതിനെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ആ മോൾഡിങ് മെഷീൻ കയ്യിൽ ഉള്ളത്. ഇപ്പൊ ഉമ്മമാർക്കും സമയമില്ലാത്ത സാഹചര്യമാണ്. കാരണം മൊബൈലിലൊക്കെ കാരണം അല്ലെ, സമയം പോകുന്നില്ല എന്ന് എന്തെങ്കിലും പരാതി ആർക്കുന്നുണ്ടോ? സമയം പോകുന്നില്ല എന്ന് പരാതി ആർക്കുന്നുണ്ട്? മുമ്പൊക്കെ നിങ്ങൾ ചെറുതിൽ കേട്ടിട്ടില്ലേ സമയം പോകുന്നില്ല എന്ന് പഴയ ഈ പ്രായമായ ആൾക്കാരൊക്കെ പറയുന്നത്? സമയം പോകുന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇപ്പൊ ആരും പറയില്ല സമയം പോകുന്നില്ല, സമയം തികയുന്നില്ല എന്നാ പരാതി. അപ്പൊ ഇനിയിപ്പോ 24 മണിക്കൂർ കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു ഹർജിയൊക്കെ നമ്മൾ ചേർന്ന് കൊടുക്കേണ്ടി വരും. അപ്പോ ആ 24 മണിക്കൂറിനകത്ത് നമ്മൾക്ക് കിട്ടുന്ന സമയം, നല്ലൊരു സമയം നമ്മുടെ കുട്ടികളെ മോൾഡ് ചെയ്യാൻ കൂടി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗ്രാജുവേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Thank you for your wonderful motivation words. Now let's invite our respected principal sir to say a few words about this one graduation ceremony. വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇവിടെ ഈ സെറമണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് അല്പം സംസാരിച്ച ശ്രീ സിയാസ് സാഹിബ്, എന്നെ ശ്രവിക്കുന്ന രക്ഷകർത്താക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട
കുട്ടികളെ. വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ ചടങ്ങിലേക്ക് വന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. കളിക്കാവിള ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സ്കൂള് എത്രയോ വർണ്ണാഭമായ ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് കുട്ടികളുടെ മനസ്സിന്, രക്ഷകർത്താക്കളുടെ മനസ്സിന് നൽകുന്ന ആ ഒരു കുളിർമ ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് കടന്നു വന്നത്. ഒരു വേള കളിക്കാവുള്ള ജമാഅത്തിനെ കുറിച്ചും ഇതിന്റെ സംഘാടകരെ കുറിച്ചും വിശിഷ്യ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും ഒക്കെ കുറിച്ചും ഞാൻ അവിടെ നടന്നു വരുന്ന വേളകളിൽ എൻ്റെ മനസ്സിൽ അഭിമാനം സ്ഫുരിക്കുന്ന ഓർമ്മകളാണ് വന്നത്. അത്രയ്ക്ക് വളരെ ഭംഗിയായൊരു വേദിയാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു എനർജിയും അവരുടെ ഉയർച്ചകളിലേക്കുള്ള ആ ഒരു പോസിറ്റീവ്നെസ്സും ഇവിടെ ആവാഹിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്നതിന്റെ ഫലസമാപ്തിയായി ഇത്രയും നല്ലൊരു ചടങ്ങിലേക്ക് വന്നിരുന്നുകൊണ്ട് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു വേറിട്ട അനുഭവം നൽകുന്ന വേഷവിധാനങ്ങളും ആ ഒരു പദവിയും ഒക്കെ അവരിൽ അലങ്കരിക്കപ്പെട്ട് നൽകുമ്പോൾ അവരുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ഒരു ആത്മാഭിമാനം, അത് അവരുടെ വാക്വമായിട്ടുള്ള മസ്തിഷ്കത്തിലേക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അവിടെ തന്നെ ആ കുട്ടികളിൽ ചില മസ്തിഷ്കപരമായ, അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ നമുക്ക് പലതും പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ അവർ മനസ്സിലാക്കുന്നു. നമ്മളെ പല ഘട്ടങ്ങളിലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. എനിക്ക് പോലും കഴിയാത്ത പലതും എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നു എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. അതോ ചിലപ്പോൾ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നതിനായിരിക്കാം. നാം കുറച്ചു നേരം ഒരു TV-യിൽ ഒരു അന്യഭാഷാ ചിത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ നമ്മോടൊപ്പം അതേസമയം ഒരു അന്യഭാഷാ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു നേരിട്ട അനുഭവത്തിലാണ്. കുറെ ഹിന്ദി കാർട്ടൂണുകൾ എൻ്റെ മകനെ, 2 ആൺമക്കളാണുള്ളത്, ഹിന്ദി കാർട്ടൂണുകൾ കാണുമായിരുന്നു. ഒരു ദിവസം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. വീട്ടിൽ ഫർണിച്ചർ പണിക്ക് വന്ന പണിക്കാരനുമായിട്ട് അവർ ദുരിതരാ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതിന്റെ ആ വാക്വമായ സ്റ്റേജിൽ നിന്നും ആ കുഞ്ഞ് എത്രത്തോളം ഈ ഒരു കാർട്ടൂണിൽ നിന്നും ഭാഷാ പരിജ്ഞാനം നേടിയെടുത്തെന്നും മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ അവർ ഡെവലപ്പ് ചെയ്തെന്നും നാം മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള കലാലയങ്ങളിൽ നാം പരിശീലനം കൊടുക്കേണ്ടത്. കാരണം നാം പോലും അറിയാതെ, നാം പോലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന പല മേഖലകളിലേക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള അധ്യാപന ശൈലി പിന്തുടർന്നു വരുന്ന കലാലയങ്ങളിലാണ് നാം കുട്ടികളെ അയക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, കലാലയങ്ങളെല്ലാം മത്സരങ്ങളാണ്. ബിസിനസ് കേന്ദ്രങ്ങളായി അല്ലെങ്കിൽ പരസ്യം നൽകിക്കൊണ്ട് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട രീതിയിലേക്ക് മത്സര ബുദ്ധിയോടുകൂടി കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു സ്വാർത്ഥമായ ലോകത്തേക്ക് ഒരു തലമുറയെ കൊണ്ടെത്തിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലീന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് എന്നെ കഴിക്കുന്ന രക്ഷകർത്താക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എപ്പോഴും ലാഭേച്ഛ കൂടാതെ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സ്കൂളുകൾ അതിന്റെ ഒരു പരിസമാപ്തിയാണ്. സാധാരണ നമ്മളൊക്കെ, ഞാനും എന്റെ മക്കളെയും ഒക്കെ CBSE സ്കൂളുകൾ പഠിപ്പിച്ചാണ്. അവിടെ LKG UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് പല ക്ലാസ് കയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോ എത്രത്തോളം സാമ്പത്തിക ചെലവുള്ള ഒരു ഭാരിച്ച സംഗതിയാണ്. പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും വേണമെങ്കിൽ കണ്ണും കൂട്ടി ഒന്നുമില്ല. UKG ക്ലാസ് കഴിഞ്ഞു, ഓൺലൈനായിട്ട് ഒരു മാർക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അടുത്തൊരു പ്രൊമോട്ടഡ് ലിസ്റ്റ് ഇറക്കി ഇവിടെ വേണമെങ്കിൽ അവരുടെ ആ ഒരു കടമ അവിടെ അവസാനിപ്പിക്കാം. പക്ഷെ അതല്ല, കുട്ടികളിൽ നിന്നും കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന പല വാസനകളെയും വളർത്തിക്കൊണ്ടുവരണമെന്നുള്ള ചിന്താഗതിയുള്ള അധ്യാപകരും പ്രിൻസിപ്പളും മാനേജ്മെന്റും ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ടാകുന്നത്. അനുസരണയും അച്ചടക്കവും നൽകുന്ന ഇടങ്ങളായിരിക്കണം കലാലയം. നമ്മുടെ ഈ ലോകം തന്നെ ഇന്നുണ്ടായതും നാം ഒക്കെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ
എവിടെ നിന്നാണെന്ന് നാം മനസ്സിലാക്കണം. അത് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു അനുസരണക്കേടിന്റെ അനന്തര ഫലമാണ് നാം ഒക്കെ. ആ മനുഷ്യനെ മണ്ണിൽ നിന്നും പടച്ചു തമ്പുരാൻ സൃഷ്ടിച്ചതിന് ശേഷം അതിനെ സുജൂദ് ചെയ്യാൻ ആദ്യത്തെ സൃഷ്ടികളായ മലക്കുകളോട് പടച്ചു തമ്പുരാൻ പറഞ്ഞപ്പോൾ, മണ്ണിൽ നിന്നും സൃഷ്ടിച്ച ഈ മനുഷ്യനെ എന്തിനെ തീയിൽ നിന്നും സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുന്നതെന്ന് മലക്കുകളുടെ ഏറ്റവും ശ്രേഷ്ഠനായ നേതാവായ ഇബ്ലീസ് എന്ന മലക്ക് പറഞ്ഞ ആ ഒരു അനുസരണക്കേടാണ് ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ പാപം. ആ അനുസരണക്കേടിന്റെ അനന്തര ഫലമാണ് ഇബ്ലീസിന്റെ ഒരു സ്വാധീന ഫലമായി അവർണ്ണനീയമായ സുഖസൗകര്യങ്ങളോടുകൂടി സ്വർഗത്തിൽ പർദീസയിൽ ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യകുലമായ നമ്മെ വിലക്കപ്പെട്ട കനി നീ അത് കഴിക്കരുത് എന്ന് പടച്ചവൻ കൽപ്പിച്ചപ്പോൾ അതിന്റെ പിന്നാലെ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ടവനും എന്നാൽ പിന്നീട് തിന്മയുടെ നേതാവുമായി വന്ന ഇബ്ലീസ് മനുഷ്യനെ കൊണ്ട് അത് കഴിപ്പിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ നിന്നും ആദം നബിയും ആദത്തിന്റെ വായിൽ നിന്നും സൃഷ്ടിച്ച ഹവ്വാ നബിയും ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഭൂമിയുടെ രണ്ട് ദിക്കുകളിലായി അവർ രണ്ടുപേരെയും കൊണ്ട് പടച്ചു തമ്പുരാൻ എത്തിപ്പിക്കപ്പെടുകയും പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ വേണ്ടി വർഷങ്ങളോളം നടന്ന് അങ്ങനെ ഏതാണ്ട് 100 വർഷങ്ങളോളം ഇവർ തമ്മിൽ അന്വേഷിച്ച് നടക്കുകയും ഒടുവിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടപ്പെടുകയും പിന്നീട് അങ്ങനെ 1000-ഓളം വർഷം ജീവിച്ച് നമ്മുടെ മനുഷ്യ കുലത്തിനെ സൃഷ്ടിക്കുകയും അങ്ങനെ അതിന്റെ സന്താന പരമ്പരകളും സന്തതികളുമായി ഇന്ന് നാമൊക്കെ ആയിത്തീരുകയും നാം എല്ലാം ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ നാം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു സംഗതി ഇവിടെ പറയാൻ ഒതുങ്ങിയത് ആ ഒരു അനുസരണക്കേടിൽ നിന്നാണ് നമ്മുടെ മനുഷ്യന്റെ എല്ലാ വ്യതിയാനങ്ങളും നാം അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നാം പുതിയൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആ തലമുറയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അനുസരണയായിരിക്കും. അനുസരണയും അച്ചടക്കവും നമുക്കുണ്ടെങ്കിൽ നാം അറിയാതെ തന്നെ അംഗീകാരങ്ങളും ബഹുമാനങ്ങളും നമ്മെ തേടി വരും എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാം ഒന്നാമതായ അനുസരണയും അച്ചടക്കവും ഇവിടെ കുട്ടികൾക്ക് കൊടുക്കപ്പെടുകയാണ് സ്കൂളുകളിൽ. അത് കലാലയങ്ങളിലൂടെയായിരിക്കും. അവരിൽ ഒരുപാട് മൂല്യങ്ങൾ വളർത്തിയെടുക്കണം, സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കിയെടുക്കണം, നാം ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കണം. ഓരോ കുട്ടിക്കും താങ്ങായും തണലായും തൊട്ടടുത്ത കുട്ടി മാറണം. അങ്ങനെ രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടാകണം. ആ സൊസൈറ്റിയിലൂടെ നല്ല മൂല്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോ നമ്മുടെ സിയാദ് സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു പുതിയ ജനറേഷനിൽ ഉണ്ടാകുന്ന പഴയ ജനറേഷനിലുള്ള വ്യത്യാസം അത് സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത ഉരുണ്ടുകൂടി 4 ചുവരുകൾക്കുള്ളിലേക്കും ആ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും ഒരു കൈക്കുമ്പിളിലേക്കും ഒതുങ്ങിക്കൊണ്ട് ഈ കൈക്കുമ്പിളിൽ നിന്നും കൊണ്ട് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാം എന്നുള്ള ചിന്താഗതി ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാത്തതും നാം കണ്ടിട്ടില്ലാത്തതും നാം കേട്ടിട്ടില്ലാത്തതും കേട്ടുകേൾവികളില്ലാത്തതുമായിട്ടുള്ള അനുസരണക്കേടുകളും കുറ്റകൃത്യങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകപ്പെടുകയാണ്. പണ്ട് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞ് വെളുത്ത വാവുമാരെ കറുത്ത വാവാനായി കാത്തിരുന്ന് കറുത്ത വാവിൽ മതിൽ ചാടിക്കിടന്ന് വീടിന്റെ ഓട് പൊളിച്ച് വളരെ കഷ്ടപ്പെട്ട് കയറോ എന്തെങ്കിലും കൊണ്ട് തൂങ്ങി ഇറങ്ങി ഉറങ്ങിക്കിടക്കുന്ന വീട്ടുകാരന്റെ തലയിണയുടെ അടിയിൽ നിന്നും വളരെ പമ്പി സമയമെടുത്ത് ഒരു താക്കോൽ അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്ത് അലമാര തുറന്ന് അലമാരയിൽ നിന്നും പണമോ ഭണ്ഡാരങ്ങളോ മോഷ്ടിച്ച് തിരിച്ചു വന്ന വഴിയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെയോ പാത്തും പതുങ്ങിയും പൊയ്ക്കോ ഒരു മോഷണം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടം. ഇന്നത് മാറി. ഇന്ന് നേരെ വരിക, കതവ് ചവിട്ടി പൊളിച്ച കാലത്ത് കയറുക, അവനെ കുത്തി പൊക്കിയെടുക്കുക, തലക്കൊരടി കൊടുക്കുക, വേണമെങ്കിൽ കുത്തിക്കൊല്ലുക, അത് കഴിഞ്ഞിട്ട് ഭണ്ഡാരം മോഷ്ടിച്ചുകൊണ്ട് പോകുക. ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിയും. അതാണ് ഒരു വ്യത്യാസം, കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചത് എന്താണ്? ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു
ആ ഒരു ജനറേഷന്റെ വ്യത്യാസങ്ങളിലേക്ക് കുറ്റകൃത്യങ്ങൾ പോലും മാറപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച എന്താണ്? ഈ പറഞ്ഞ, ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഈ പറഞ്ഞ ഇടുങ്ങിയ ചുരുങ്ങിയ അന്തരീക്ഷത്തിലും ചുറ്റുപാടുകളിൽ ഇരുന്നു കൊണ്ട് പുറം ലോകവുമായി ബന്ധമില്ലാതെ, സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ, സൊസൈറ്റിയെ ഭയമില്ലാതെ, ഒരു കുറ്റകൃത്യം ചെയ്താൽ ആരുടെയും മുമ്പിൽ തലകുലിക്കണം എന്നുള്ള ചിന്താഗതിയില്ലാതെ വളർന്നു വന്ന ഒരു സമൂഹം ലഹരിക്കും മറ്റ് മയക്കുമരുന്ന് മാഫിയകൾക്കും അടിമപ്പെട്ടുകൊണ്ട് അവന്റെ മസ്തിഷ്കത്തെ മറ്റേതോ ഒരു ബാഹ്യ ശക്തി നിയന്ത്രിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മനുഷ്യന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ പണ്ടുകാലത്തെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് നടപ്പാകുന്നു. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പുതുതലമുറ, നമ്മുടെ മക്കൾ ഒരിക്കലും ഇതിന് അകപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ അകപ്പെട്ടു പോകാത്ത ഒരു സൊസൈറ്റിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളെ പഠിപ്പിച്ച് അവരിൽ നിന്നും കാശ് വാങ്ങി, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ കാശുകൾ തങ്ങളുടെ ഭണ്ഡാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചിന്താഗതിയുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്നിച്ചൊരു വട്ടമേശയുടെ ചുറ്റുമിരുന്നുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ ഒരുമിച്ച് സ്കൂളിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും, കുട്ടികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും, അവരിൽ ഉണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ രക്ഷകർത്താക്കളിലേക്ക് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കാനും, രക്ഷകർത്താക്കൾ കുട്ടികളിൽ നിന്നും മനസ്സിലാക്കുന്ന ചേഞ്ചസുകൾ അധ്യാപകരിലേക്ക് പകർന്നു കൊടുക്കാനും, അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അധ്യാപകരെയും കൂടി രക്ഷകർത്താക്കളോടൊപ്പം തുല്യരാണെന്ന് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനും, അങ്ങനെ കുട്ടികളിൽ നല്ല നന്മയും നന്മയുടെ അംശങ്ങളും വളർത്തിയെടുക്കാനും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട്. വർഷങ്ങളായി, എനിക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങളായി സ്കൂളിന്റെ പരിപാടികൾക്ക് വരികയും ഇവിടുത്തെ അധ്യാപകരുമായി സഹവസിക്കുകയും പ്രിൻസിപ്പളുമായി ഇടപെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റവും നല്ലൊരു സെലക്ഷനാണ് ഈ സ്കൂളിന് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളെ കുട്ടികൾ എത്തേണ്ടിടത്താണ് എത്തിയിട്ടുള്ളതെന്നും അവർ ഏത് രീതിയിൽ വളർന്നു വരാൻ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഘടകങ്ങളും നിങ്ങൾക്ക് കിട്ടിയെന്നും അതിന്റെ ഒരു തുടക്കം, ഒന്നാമത്തെ പടവ് മാത്രമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രാജുവേഷൻ സെറമണി എന്നതും, ഇനിയുള്ള തുടർന്നുള്ള നാളുകളിലും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അധ്യാപകരോടും രക്ഷകർത്താക്കളോടും തുറന്നു പറയത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ഒരു വേദി കൂടിയാകണം ഇത് എന്നും, നമ്മുടെ മക്കൾക്ക് സർവ്വസ്വാതന്ത്ര്യവും നൽകി നാം അയക്കുവാൻ ഇവിടുത്തെ അധ്യാപകരും എന്നെ കേൾക്കുന്ന രക്ഷകർത്താക്കളും പ്രതിജ്ഞാബദ്ധരാണെന്നും മക്കളോട് പറയണം. നിങ്ങൾ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, എന്തും പ്രവർത്തിക്കാം, എന്തും ഉപയോഗിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, നിങ്ങൾ രാവിലെ വീട്ടിൽ പോയാൽ എന്ത് പ്രവർത്തിച്ചോ, എന്ത് തിന്നോ, എന്ത് ആഹരിച്ചോ, എന്ത് കഴിച്ചോ, ആരുമായി ഇടപെട്ടോ, ആരുമായി സംസാരിച്ചോ, അക്കാര്യങ്ങളെല്ലാം അന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ രക്ഷകർത്താക്കളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. അത് പറഞ്ഞിരിക്കണം. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ആ തെറ്റിനെ ചിലപ്പോൾ ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് വരാം. പക്ഷെ അത് രക്ഷകർത്താവോടെ തിരിച്ചറിയപ്പെടുകയാണ്. ആ രക്ഷകർത്താവ് ഈ അധ്യാപകരിലേക്ക് അത് പകർന്നു നൽകുകയാണ്. അധ്യാപകരും രക്ഷകർത്താക്കളും കൂടി അത് മക്കളെ അത് തെറ്റാണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നാളെ വീണ്ടും ആ തെറ്റുകളിലേക്ക് അവർ പോകാതെ സദ്പാതാവിലേക്ക് അവർ നല്ല വരികയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾ നന്മയുടെ അംശങ്ങൾ മാത്രം വളർന്നും പഠിച്ചുകൊണ്ട് വളർന്ന് വലുതായി നല്ല സത്പുത്രന്മാരും പുത്രികളുമായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി നമ്മുടെയൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഓടിയത്തക്ക രീതിയിൽ നമ്മുടെ വാർദ്ധക്യകാലത്ത് നമുക്കൊരു കൈസഹായമാകത്തക്ക രീതിയിൽ, നമുക്ക് ആശ്രയവും നമുക്ക് തുണയുമാകത്തക്ക രീതിയിൽ പഠനത്തിൻ്റെതായ മേഖലകളിൽ ഏറ്റവും ഔന്നത്യം കൈവരിച്ചുകൊണ്ട് നല്ലൊരു തലമുറ ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ ഒരു തുടക്കമാണ്. എല്ലാവിധ ആശീർവാദങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ വിജയാശംസകളും ഈ സ്കൂളിനും ഇന്ന് ഗ്രാജുവേഷൻ സെറമണി ഏറ്റുവാങ്ങുന്ന കുരുന്നുകൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും രക്ഷകർത്താക്കൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you so much, sir, for your graceful presence and meaningful words. Now our chief guests distribute memento for our rank holders. First, our center receiver, Nafisatul Misriya. Please come forward.
good morning, one and all who gathered here. This magnanimous juncture, we are in very happy and delight to be conducting here a graduation celebration for the UKG students. Respected correspondent and secretary of Badarul Islam Matriculation School, BIMS Kadi Kerala, and beloved CI Abdul Kalam Azad sir, CI Circle Inspector of Purdue, and my dear teachers, students and parents. It's very fantastic moment in my life and also in career in my beams also. This is the occasion which how the students were very happy and moreover the parents also happy. സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷം കാണുന്നത് നിങ്ങൾ പാരൻസിന്റെ മുഖത്താണ്. നമ്മൾ ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നമുക്ക് ലോകത്ത് മറ്റു കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിന്റെ ഹോർമോണുകൾ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ കുട്ടികളുടെ കണ്ണുകളിൽ സന്തോഷം കാണുമ്പോഴാണ്. അങ്ങനല്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നല്ല വയറിളച്ചൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷത്തെക്കാൾ അപ്പുറത്ത് വലിയ സന്തോഷം നമുക്ക് കിട്ടാനുണ്ടോ? ഇല്ല, ഒബ്വിയസ്ലി. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മുടെ മക്കള് ഒരു ഗ്രാജുവേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിനാണ് ഏറ്റവും അഭിമാനിക്കാവുന്ന UKG എന്ന സ്റ്റെപ്പിൽ നിന്ന് അടുത്ത വിദ്യാഭ്യാസത്തിന്റെ അനന്ത വിഹായസുകൾ തേടിയുള്ള പ്രയാണത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് UKGയുടെ ഈ ഒരു ഗ്രാജുവേഷൻ എന്നുള്ളത്. ഇനിയും ഇതുപോലെയുള്ള ഗ്രാജുവേഷനുകൾ കേരളത്തിനകത്തും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം ഇതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ഗ്രാജുവേഷൻസ് ലഭിക്കാനുള്ള ഒരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അവർക്കിത് മാതൃകയാക്കി കൊടുക്കണം. ഇത് കേവലം ഏതെങ്കിലും സ്കൂളുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സുകൾ കിട്ടുമ്പോൾ അവസരത്തിൽ ലഭിക്കുന്ന കോട്ടല്ല. നമുക്കൊരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിന്റെ കംപ്ലീഷന് ശേഷം മാത്രം ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവരണിഞ്ഞിരിക്കുന്ന ഈ കോട്ട്. ഈ കോട്ട് കാണിച്ചു കൊടുത്ത് നിങ്ങളൊക്കെ ഫോട്ടോസ് ഇവിടെ വരും. അത് നിങ്ങൾ സ്റ്റാറ്റസ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ അത് വെച്ച് ഇനിയുള്ള വിദ്യാഭ്യാസ കാലത്ത് ഇതുപോലെ കോട്ടുകൾ അണിഞ്ഞ് അവരുടെ കൂടെ നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരണമെന്ന് നിങ്ങൾ മാതാപിതാക്കൾ അവരോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. എൻ്റെ മോള് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ JNUവിൽ നിന്ന് TUവിൽ നിന്ന് അതുപോലെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി തുടങ്ങിയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രൗഢമായിട്ടുള്ള കോട്ട് അണിഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓരോരുത്തരും വാങ്ങണമെന്ന് നിങ്ങൾ ഓരോരുത്തരുടെ മക്കളോടും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അവരെ അതിലേക്കുള്ള ഒരു മോട്ടിവേഷൻ നൽകി അവരെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു സദസ്സിലേക്ക് ആശംസിക്കുകയാണ്. അടുത്തതായി നമുക്ക് നടക്കാനുള്ളത് അവർക്കുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണമാണ്. വിതരണം നടത്തുന്നത് നമ്മുടെ മഹലിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ബദറുൽ ഇസ്ലാം സ്കൂളിന്റെ കറസ്പോണ്ടന്റുമായ മുഹമ്മദ് സിയാദ് അവർകളാണ്. അദ്ദേഹത്തെ സാദരം ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായ മറ്റ് മഹല്ല് ഭാരവാഹികൾ അതുപോലെ മറ്റ് പാരന്റ്സ് എല്ലാവരും ഇത് ഒരുപോലെ ആസ്വദിക്കണമെന്നും അതുപോലെ തന്നെ ഇതിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കണമെന്നും അറിയിക്കുകയാണ്. വാക്കുകൾക്ക് വിടാം. താങ്ക് യു. Please come with your parents. Our first graduate is Nafisatul Misriya. Please come forward.
She is very friendly. I also like our Jinda teacher and Vijay Kumari teacher. I have lot of friends in my class. Our school arranged a beautiful trip of Poplar Farmhouse. I saw so many animals there. I love that place, so much fun. My school conducted many programs like Mango Day, Exhibition, School Day, Social Day, Arts Day, Sports Day, and so on. I loved it. I enjoyed that events. Thank you for our principal, beautiful moments. I love my school. Thank you so much. Next, I invite Advika Prasad from UKGP to express her thoughts on the stage. Respected teachers and my dear friends, please last stage virgin. We all are here to celebrate graduation day. I would like to share some of my experience in UKG. I had a great time. I learned beforehand, like reading, reaction, suppression, parts of the etc. We also do some activities and celebrate special days such as Jesus Day, Children's Day, Organ Day, Colors Day, etc. That must be tremendously. Thank you to the teacher for making me fluent. I love you to the teacher. I have a blessing always to be. Also, my dear friends, it is our day. We all are going to tell a congratulations. I will miss you, teacher. Thank you so much. It is my great honor to introduce to you today our graduating class. As they turn the page to the next chapter of their lives, they'd like to say something very special to you. 1, 2, 3, 4. 2 little words, 2 little words, 2 little words, not goodbye. It's the end of the year, graduation is here. Our 2 little words to our teachers, moms, dads, grandparents, all. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. You taught us to read and write. You taught us to learn. You told us it'd be alright and how to take our turn. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. You helped us to tie our shoes, learn shapes and colors too. There's so many things you do. We just wanna say thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. For making this day so memorable, let's give them a round of applause for everyone. Please stand up, all of you, for the national anthem. Adinayaka Jayare, Bharat Bhagya Vigata, Punjab, Sindh, Gujarat, Maratha, Tamil, Kannada, Indian, Himachal, Yamuna, Ganga,